ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. ചേലക്കരയിൽ 5ഓളം ഹോട്ടലുകൾ പൂട്ടി. പാചകവാതക പ്രതിസന്ധി നാട്ടിൻപുറങ്ങളിലും വ്യാപിച്ചു. ബുക്കിംഗ് ചെയ്തിട്ടും സിലിണ്ടറുകൾ ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഹോട്ടലുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്തുള്ള പാലസ് ഹോട്ടൽ, ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള നിറപ്പറ ഹോട്ടൽ, കോൺവെന്റ് ജംഗ്ഷനിലുള്ള നൈഫ് ഹോട്ടലും മറ്റു ചെറിയ ചായക്കടകളും പൂർണ്ണമായും അടച്ചിട്ടു. നിലവിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാകട്ടെ മെനു വെട്ടിച്ചുരുക്കി പരിമിതമായ ഐറ്റം മാത്രമാണ് നൽകി വരുന്നത്. പല ഹോട്ടലുകളിലും ചായ കിട്ടാക്കനിയായി. ഇതേ സ്ഥിതി തുടർന്നാൽ ബാക്കി വരുന്ന ഹോട്ടലുകൾ കൂടെ താമസിയാതെ അടയ്ക്കേണ്ട സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ. LPG ലഭ്യത കുറവ് കാരണമാണ് ഇങ്ങനെ വരാൻ കാരണം. അതും തന്നെ ഇപ്പോൾ ഈ ഒരു യുദ്ധം പുറപ്പെട്ടതിന് ശേഷമുള്ള ഒരുപാട് പ്രതിസന്ധികളിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കുറേ ജോലിക്കാരുണ്ടല്ലോ, അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഇപ്പോൾ ഈ പ്രതിസന്ധി തീർന്നാലും നമുക്ക് എന്ത് ചെയ്യണം, അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത്. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു ഗ്യാസ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, അതും മര്യാദ കിട്ടുന്നില്ല. ഹോട്ടലുകൾ അടച്ചതോടെ നിരവധി തൊഴിലാളികളുടെ വരുമാനം നിലച്ചു. തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. തൊഴിലാളികളെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ള ഒരു നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് നമ്മൾ മെനുകളിൽ വെട്ടിക്കുറച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. അവരുടെ ജീവിത മാർഗ്ഗം കൂടെയാണ്. അപ്പോൾ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കടകൾ അടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചൈനീസ് ഐറ്റംസ്, അതേപോലെ പൊറാട്ട ലൈവാണ് ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ലൈവ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ച് അത് ഓർഡർ എടുത്ത് അതിന് ശേഷം രണ്ടാമത് പ്രൊഡക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെ അവന് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര പ്രതിസന്ധിയാണ്. വേല, ഇപ്പോഴത്തെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ പൊതുവെ ഒരു പ്രതീക്ഷയുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഒരു ഇതിൻ്റെ പേരിൽ സംഭവിച്ചതല്ല. നമ്മൾ പരമാവധി മാക്സിമം ഒരുവിധമുള്ള മെനു ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചായ കട്ടിയേണ്ട നിവർത്തിയില്ല, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഗ്യാസല്ല ഇപ്പം എല്ലാത്തിനും കൊണ്ടുപോകും. പഴയ കാലത്ത് പോലെ അടുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടതായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം പെട്ടെന്ന് തന്നെ അതിൻ്റെ പേര് നല്ല പ്രതിസന്ധി തന്നെയാണ്. വിറകും കിട്ടാറില്ലാത്തൊരവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോൾ ഹോട്ടലിൽ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ മലപ്പുറത്ത് നിന്ന് വരികയാണ്, ഇപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത്. ഞങ്ങൾ വർക്കിനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതൊക്കെ അവിടെ പോകുമ്പോഴൊക്കെ പറയുന്നത് ഗ്യാസ് ഇല്ല, ഫുഡില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടം എന്ത് ഫുഡായാലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ വന്ന്. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.